ഇത് ചിക്കൻ മോമോസാണ്. ചിക്കൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കിന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റാണിത്. കാരണം എണ്ണയിലല്ലാതെ ആവിക്ക് വെച്ച് വേവിക്കുന്ന നല്ലൊരു ഹെൽത്തി ഫുഡ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക്. ഇതിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. അത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണം ഒഴിക്കാം. ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ചേർത്തത്. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ച് വരാം. അപ്പോൾ നമുക്ക് ആ മൈദപ്പൊടി നല്ല രീതിയിൽ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് നിറക്കേണ്ട ഫില്ലിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ചേർക്കാം. അതിന് ശേഷം ചിക്കൻ നല്ല പോലെ വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. പിന്നെ അതിന് ശേഷം കുറച്ച് പച്ചമുളക് ചേർത്തു. സവോള നല്ല ഒരു സവോള കൊത്തി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്തു. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. പിന്നെ ഒരു ചെറിയ സ്പൂണിന് മുളക് പൊടി ചേർത്തു. 1 സ്പൂണ് കുരുമുളക് ചേർത്തു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് സോയാ സോസും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്യാം. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടതുകൊണ്ട് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് പരത്തി വരാം. ഇത് ചെറിയൊരു ബോൾസ് എടുത്തിട്ടുണ്ട്, അത് ചപ്പാത്തി പലകയിലും വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവില്ലേ, കുഴച്ച് വെച്ച മാവ് ഈ റൗണ്ടിൽ ഒരേപോലെ റൗണ്ടിൽ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയുടെ തിന്നല്ല, അതിനായിട്ട് കുറച്ചും കൂടി കനത്തിലാക്കിയിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആക്കി വെച്ച കൂട്ടില്ലേ അതിനകത്തോട്ട് നിറക്കണം. അപ്പോൾ നമ്മൾ ഈ പരത്തി വെച്ച ചപ്പാത്തി മാവിലേക്ക് നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ ചിക്കനും പച്ചക്കറികളെല്ലാം റെഡിയാക്കിയത് എടുത്തിട്ട് നമുക്കിതൊന്ന് ഈ സൈഡിലോട്ട് ഇങ്ങനെ മടക്കി എടുത്ത് വെക്കാം. ഉണ്ടാവും ഒരു ഞൊറിഞ്ഞ് മടക്കി എടുക്കണം. എന്നിട്ടൊന്ന് ഈ സ്റ്റൈലിൽ ആക്കി റെഡിയാക്കി വെക്കാം. അങ്ങനെ ഇപ്പം നമ്മുടെ എല്ലാ ഇതും ഇതേ സ്റ്റൈലിൽ റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മളെല്ലാ ഇതും ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കണ്ട നല്ല ഈ സ്റ്റൈലിൽ ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതിനി ആവിക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ മോമോസ് കണ്ടോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
നല്ല അടിപൊളി ആവിക്ക് വേവിച്ച സാധനമായതുകൊണ്ട് കുഴപ്പമില്ല. ഇതിനകത്ത് കുറേ പച്ചക്കറിയും എല്ലാം ചേരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല അടിപൊളി. അതിന് നമുക്ക് ചട്നി വേണമെങ്കിൽ ചട്നി ഉണ്ടാക്കാം. അതിന് പകരം ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഇതിനകത്തൊക്കെ ഇട്ട് മുക്കിയിട്ട് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.